ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് ഇരുന്ന് അവസാനമായിട്ട് മണിച്ചേട്ടനും കൂട്ടുകാരും ഇരുന്ന് വെള്ളം അടിച്ച സ്ഥലം എന്നൊക്കെ പറയണത്. പിന്നെ അച്ഛന് ഓർമ്മയ്ക്ക് വേണ്ടി മണിച്ചേട്ടൻ വാങ്ങിയിട്ട സ്ഥലം എന്ന് പറയണത്. ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ ആകെ കാട് പിടിച്ച് ആകെ ഇതായിരിക്കുകയാണ് മൊത്തം. പക്ഷെ ഇപ്പോഴും നല്ലൊരു അന്തരീക്ഷവും ഇവിടെ ആ മണിച്ചേട്ടൻ്റെ ഫീലിങ്ങും. ചാലക്കുടി ചങ്ങാതി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന മണിച്ചേട്ടനാണ്. അതേപോലെ തന്നെ ആ ഒരു കറക്റ്റായ ഒരു ഫീലിംഗ് ഇവിടുത്തെ കിട്ടുന്നുണ്ട്. ആ ഒരു പാട്ടും ഇപ്പോഴും മണിച്ചേട്ടൻ്റെ പല പല ഓർമ്മകൾ ഇവിടെ ഉണ്ട്. എന്തായാലും എല്ലാവരും ചാലക്കുടി വരുന്ന എല്ലാവരും ചാലക്കുടി ഹൈവേയിൽ നിന്ന് കുറച്ചുള്ളൂ ഇവിടേക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് പോവുക. പിന്നെ വീട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ ഉള്ളൂ ഈ പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ ഒന്ന് കാണാം. മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മണിച്ചേട്ടനെ ഓടിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ. ചാലക്കുടിക്കാരൻ ചങ്ങാതി KL 45A100. ഇതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഫുള്ള് ഇതായി, തുരുമ്പൊക്കെ പിടിച്ച് ആകെ നാശകോശമായി. മണിച്ചേട്ടൻ ഇരുന്ന് ഓടിച്ച സീറ്റാണ് ഈ കാണുന്നത്. ഇതൊക്കെ ആകെ പൊളിഞ്ഞ് ഒരു സ്മാരകമായിട്ടാണ് ഇവിടെ അത് കൊണ്ടുനടക്കുന്നത്. ഇത്രയും നല്ല ഒരു കലാകാരൻ്റെ സൂക്ഷിപ്പുകളാണ് ഈ കാണുന്നത്. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കും എന്ന് പറയുന്ന പോലെ ഇതും ഒരു ഓർമ്മകൾ മാത്രമായി. ഈ ഓട്ടോ ഇപ്പോൾ പറഞ്ഞോട്ട് ഇവിടെ ഒരു പുരാവസ്തു പോലെ ഇങ്ങനെ വെച്ചേക്കാണ്. കാണാൻ ഇത്ര ഇൻ ലൈഫ് മൈ ഡ്രീം ഇൻ 2 minutes. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാലക്കുടി നമ്മളെല്ലാവരെയും ചിരിപ്പിക്കുകയും അതിലുപരി നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക മണിച്ചേട്ടൻ്റെ ഒപ്പം. ഇവിടെ ചാലക്കുടി വന്നപ്പോൾ എന്തായാലും മണിച്ചേട്ടൻ്റെ ഈ പ്രതിമയും വീട്ടിലേക്ക് ഒന്ന് കയറി ഒന്ന് കാണാനുള്ള ഒന്ന് തോന്നി പോകുന്നതാണ്. അവിടെ ഇട്ട് തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ